പശ്ചിമേഷ്യയിൽ സമാധാനം എന്ന വാക്ക് അല്ലെങ്കിൽ സമാധാനം എന്ന സാഹചര്യം വിദൂരമാണ് എന്ന് സൂചന നൽകി വീണ്ടും മൂന്നാമതൊരു പോർമുഖം കൂടി തുറക്കുകയാണ്. ഒരു മാസമായി ഇസ്രയേൽ US സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് ഇപ്പോൾ യമനിലെ ഹൂതികളാണ്. ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഇറാനെതിരായ അധിനിവേശ നീക്കം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചാണ് ഇറാന്റെ കൂട്ടാളികൾ യുദ്ധത്തിൽ പങ്കുചേർന്നത്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഹൂതികൾ ഇസ്രായേലിനെ നേരിട്ട് ലക്ഷ്യമിടുന്നത്. ഇതോടെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്ക ശക്തമാണ്. ഒരു മിസൈൽ ഇസ്രായേൽ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന സൂചനയാണ് ഹൂതികൾ നൽകുന്നത്. യമൻ തീരത്തെ ബാബൽ മണ്ഡപ് കടലിടുക്കിലൂടെ പോകുന്ന ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെയാകും പ്രധാനമായും ഹൂതികൾ ലക്ഷ്യമിടുക എന്നാണ് കരുതുന്നത്. അതിനിടെ ടെഹ്റാനിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ലെബനനിൽ 3 മാധ്യമപ്രവർത്തകരും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള നേരത്തെ യുദ്ധത്തിൽ കക്ഷി ചേർന്നിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണത്തിൽ 1100 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. 2023 ഗാസയിൽ ഇസ്രയേലും ഹമാസും യുദ്ധം തുടങ്ങിയപ്പോൾ പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ചിരുന്നു. സുയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ചെങ്കടലിലേക്കും യുദ്ധം പടർന്ന് സുയസ് കനാൽ പ്രതിസന്ധിയായി പരിണമിച്ചാൽ ആഗോള സാമ്പത്തിക സാഹചര്യം വീണ്ടും മോശമാകും. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ചരക്കിടനാഴിയാണ് സുയസ്. ആഗോള ചരക്ക് നീക്കത്തിന്റെ 12% ഇതിലൂടെയാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.